നരേന്ദ്രമോദിക്ക് തുടർഭരണം ലഭിക്കാനുള്ള സാധ്യത മങ്ങിയത് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിക്കുകയാണ്. സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ് ഓഹരി വിപണി. നാലാം ഘട്ട പോളിംഗ് ദിനത്തിൽ മാത്രം BSE സെൻസെക്സ് 750 പോയിന്റും നിഫ്റ്റി 210 പോയിന്റും ഇടിഞ്ഞു. കോർപ്പറേറ്റുകളുടെ സുവർണകാലം അവസാനിക്കുന്നുവെന്ന നിക്ഷേപകരുടെ വിലയിരുത്തലിന്റെ പ്രതിഫലനമാണ് ഇതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മോദി ഭരണകാലം കോർപ്പറേറ്റുകൾക്ക് സുവർണകാലമായിരുന്നുവെന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ സർക്കാർ നടപടികൾ പരിശോധിച്ചാൽ വ്യക്തമാകും. കോർപ്പറേറ്റുകൾക്ക് നൽകിയ വൻ നികുതി ഇളവും തൊഴിൽ നിയമത്തിൽ വെള്ളം ചേർത്തതും മോദിയെ കോർപ്പറേറ്റുകളുടെ ഇഷ്ടക്കാരനാക്കി. അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിൽ കുതിച്ചുചാട്ടത്തിൻ്റെ കാലമായിരുന്നു മോദി ഭരണകാലം. ഒരു ഘട്ടത്തിൽ BSE സെൻസെക്സ് 74,373 എന്ന സർവകാല റെക്കോർഡിലെത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 ദിവസങ്ങളായി ഓഹരി വിപണി കിതയ്ക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നാലാം ഘട്ട പോളിംഗ് നടന്നുകൊണ്ടിരിക്കെ BSE സെൻസെക്സ് 750 പോയിന്റ് ഇടിഞ്ഞ് 71,900-ലെത്തി. നിഫ്റ്റി ആകട്ടെ 210 പോയിന്റ് താഴ്ന്ന് 21,850-ലുമെത്തി. തുടർഭരണ സാധ്യതയ്ക്ക് മങ്ങലേറ്റു എന്ന വിലയിരുത്തൽ പുറത്തുവന്നതാണ് ഓഹരി വിപണിയിലെ ഇടിവിന് കാരണമായതെന്ന് സാമ്പത്തിക വിദഗ്ധനായ ജോർജ് ജോസഫ് വിലയിരുത്തുന്നു. ചെറുകിട നിക്ഷേപകരും വൻകിട നിക്ഷേപകരും ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിലെ പൊസിഷനിൽ എങ്ങനെയെങ്കിലും ലാഭം എടുത്ത് മാറുക, പിന്നീട് ഗവൺമെൻറ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇലക്ഷൻ റിസൾട്ട് ഉരുത്തിരിയുന്നത് എന്നതിന് ശേഷമൊക്കെ ആയിരിക്കും പുതിയ തീരുമാനത്തിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം മാർക്കറ്റിന് ചൂഴ്ന്നു നിൽക്കുന്നു. കോർപ്പറേറ്റ് മേഖലയിലെ നിരാശയും വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ വിൽപ്പനക്കാരായി മാറിയതുമാണ് ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് കാരണമായത്. ഈ മാസം ആദ്യ 10 ദിവസം 17,000 കോടിയിലധികം രൂപ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിച്ചു. നാലാം ഘട്ട പോളിംഗിൻ്റെ തലേ ദിവസം മാത്രം 2,118 കോടി രൂപയുടെ ഓഹരികൾ വിദേശ കമ്പനികൾ വിറ്റൊഴിഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നാണ് വിദേശ കമ്പനികളുടെ വിലയിരുത്തൽ. ആദ്യ 3 ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPക്കെതിരായ ട്രെൻഡാണെന്ന് ഓഹരി നിക്ഷേപകരും മനസ്സിലാക്കുന്നു. മോദി ഭക്തരായ ചില ദേശീയ മാധ്യമങ്ങളുടെ നിലപാട് മാറ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഓഹരി വിപണിയെയും ഈ സ്വാധീനം ബാധിച്ചിരിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.